നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് വെള്ളലൂർ ബട്ടർഫ്ലൈ പാർക്കിലാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ഒരാളെ നമ്മൾ മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് പരിചയപ്പെടാം. പേര് മണികണ്ഠൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റി നമുക്കിങ്ങനെ ഈ വീഡിയോയിൽ അങ്ങനെ മെല്ലെ പറഞ്ഞു പോവാം. ഇപ്പൊ തുടങ്ങിയിട്ട് നിങ്ങൾ ഈ സോഷ്യൽ സർവീസ് ആക്ടിവിറ്റി തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഒരു 20 years ആയി. 20 years. അതായത് സ്കൂൾ പഠന സമയത്ത് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ഏത് ക്ലാസ്സിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തു? நான் ஸ்கூலோட விடிச்சிட்டு ஒரு எயிட் ஸ்டாண்டர்டா முடிச்சுட்டு ஒர்க் ஷாப் போயாச்சு. அங்கே லேட் ஒர்க் ஷாப்ல ஒர்க் பண்ணிட்டு இருந்தது. அதுக்கப்புறம் வந்துட்டு இயற்கை மேல இன்ட்ரெஸ்ட் இருக்கு. அதனால வந்துட்டு நிறைய இந்த லேக்கு வர ரிவரு இதெல்லாம் பார்க்கறது, அதுல ஏதாவது பிரச்சனை இருந்துச்சுன்னா கவர்மெண்ட்க்கு கம்ப்ளைண்ட் பண்றது, அந்த மாதிரி ஒர்க்லாம் பண்ணிருக்கோம். அப்புறம் கம்ப்ளைண்ட் பண்ணி கவர்மெண்ட் செய்யாத வேலைகளை சின்ன வேலை നമ്മളാലെ ചെയ്യാൻ പിടിച്ച പോലെ നമ്മൾ ഈ കുളങ്ങൾ അല്ലെങ്കിൽ വെള്ളം എവിടെ വാട്ടർ സോഴ്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ കോയമ്പത്തൂർ ഏരിയയിൽ പ്രവർത്തിക്കുന്നത്. ഇത് ഇത്രയും കുളങ്ങൾ, കുറേ കോയമ്പത്തൂർ ഏരിയയിൽ ധാരാളം കുളങ്ങൾ ഇത് നല്ല രീതിയിൽ വീണ്ടും എടുത്തിട്ടുണ്ട്. മണികണ്ഠൻ കോയമ്പത്തൂർ സുന്ദരാപുരം സ്വദേശി. ഇദ്ദേഹം നാട്ടുകാർക്ക് വളരെ സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ചെറുപ്പത്തിൽ തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൂടെയാണ് ഇദ്ദേഹം ഇടപെട്ടുകൊണ്ടിരുന്നത്. ഒരു വരൾച്ചാ സമയത്ത് ചെക്ക് ഡാമുകളിൽ വെള്ളം കെട്ടി നിർത്താനും നവീകരണത്തിനുമായി കളക്ടർക്ക് പരാതി നൽകിക്കൊണ്ട് ജലസംരക്ഷണ മാർഗങ്ങൾക്ക് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. 2014 വരൾച്ചാ സമയത്ത് കോയമ്പത്തൂരിലെ കുറിച്ചി തടാകം വൃത്തിയാക്കി ജലസംഭരണത്തിന് ഉതകുന്ന രീതിയിൽ തയ്യാറാക്കി. ഇതിനെല്ലാം ഫേസ്ബുക്ക് കൂട്ടായ്മ, മറ്റ് സുഹൃത്തുക്കൾ എല്ലാം സഹായിച്ചു. കൃത്യമായ ദിശാബോധത്തോടെ മണികണ്ഠന്റെ നേതൃത്വത്തിൽ കോവൈ കുളങ്ങൾ പാതുകാപ്പ് അമൈപ്പ് എന്നൊരു സംഘടന രൂപീകരിച്ചു. 2017 ഫെബ്രുവരി 5 പേരൂർ ചെറിയ കുളം 265 ഏക്കർ ഉപയോഗയോഗ്യമാക്കി. വെള്ളല്ലൂർ ലേക്ക്, പേരൂർ ചെറിയ കുളം, ശെങ്കുളം, അന്നൂർ ലേക്ക് ഇവയെല്ലാം ഇന്ന് ജലസംരക്ഷണത്തിനു വേണ്ടിയുള്ള നല്ല മാർഗങ്ങളായി, നല്ല മാതൃകകളായി നിലനിൽക്കുന്നു. നിരവധി വളണ്ടിയേഴ്സിന്റെ സഹായത്താൽ 400 ആഴ്ചകൾ, 15,000 മരങ്ങൾ മിയാവാക്കി രീതിയിൽ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഭാഗമായി 2023 തുടക്കത്തിൽ വെള്ളലൂർ തടാകക്കരയിൽ മിയാവാക്കി മാതൃകയിൽ മരം നടിയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അവിടേക്ക് വീട്ടുകാരായും വിരുന്നുകാരായും ധാരാളം കിളികളും പൂമ്പാറ്റകളും തുമ്പികളും തേനീച്ചകളും എത്തി. ഇതോടെ തമിഴ്നാട് ബട്ടർഫ്ലൈ സൊസൈറ്റിയുടെ സഹായത്തോടെ വെള്ളലൂർ ശലഭങ്ങൾക്കായി ഒരു ഉദ്യാനം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വളണ്ടിയേഴ്സിന്റെയും മറ്റു സുഹൃത്തുക്കളുടെയും സഹായത്താൽ അവിടെ നല്ലൊരു ബട്ടർഫ്ലൈ പാർക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ശലഭങ്ങളെ കുറിച്ച് അറിയാനായി സമ്പൂർണ്ണ വിവരശേഖരണം ഉൾപ്പെടെയുള്ള ഒരു ഇൻഫർമേഷൻ സെന്ററും പ്രവർത്തിക്കുന്നു. ഓരോ ആഴ്ചയിലും വളണ്ടിയേഴ്സിന്റെ സഹായത്താൽ പുതിയ പ്രവർത്തനങ്ങൾ. മണികണ്ഠൻ എന്ന ഒറ്റയാൾ പട്ടാളം, ഇവരെയല്ലേ നാം അഭിനന്ദിക്കേണ്ടത്. കുട്ടികളെയും കൊണ്ട് ഒന്ന് പോയി നോക്കാം കോയമ്പത്തൂർ വെള്ളലൂർ ബട്ടർഫ്ലൈ പാർക്കിലേക്ക്. മണികണ്ഠനെ പോലെയുള്ള വ്യക്തിത്വങ്ങളെ ആദരിക്കേണ്ടതുണ്ട്. മണികണ്ഠനെ പോലെയുള്ള വ്യക്തിത്വങ്ങളെ അനുകരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആരാണ് മണികണ്ഠൻ എന്ന്. താങ്ക് യു.